നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയായി. പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ചെന്താമരയുടെ മെഡിക്കൽ പരിശോധനകളെല്ലാം പൂർത്തിയായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ നമുക്കറിയാം ഇയാൾ കൊടും ക്രിമിനലാണ്. 15 വർഷത്തെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി ഇത്തരത്തിൽ കൊലകൾ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അപകടകാരിയാണ് ഇയാൾ എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണല്ലോ ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. തീർച്ചയായിട്ടും വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടെയാണ് ഇപ്പോൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആലത്തൂർ പോലീസ് ഈ പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം പ്രതിയെ ആലത്തൂരിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്നുണ്ടാവില്ല. അടുത്ത ദിവസം മാത്രമേ കസ്റ്റഡി അപേക്ഷ നൽകുകയുള്ളൂ എന്നുള്ളതാണ്. തെളിവെടുപ്പും മറ്റുമൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ആ പ്രതി ക്യാമറയ്ക്ക് മുന്നിൽ നമുക്ക് പ്രതിയെ കാണാൻ സാധിക്കും. യാതൊരു കൂസലുമില്ലാതെയാണ് ഈ ചെന്താമര പോലീസിന് മുൻപിൽ പോലീസിനോട് ചോദ്യം ചെയ്യലിൽ പ്രതികരിച്ചിരുന്നത്. ഇപ്പോഴും അതേ ഒരു ഭാവമാറ്റവും യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയാണ് പോലീസിനൊപ്പം പ്രതി കോടതിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഏതായാലും ആ കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ജീപ്പിൽ കയറ്റുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ ആലത്തൂരിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഒരു നാട്ടിലെ 3 പേരുടെ ജീവനാണ് ഈ ചെന്താമര എന്ന കൊടും ക്രിമിനൽ അപഹരിച്ചിട്ടുള്ളത്. ഇയാളുടെ പോലീസ് ചോദ്യം ചെയ്ത സമയത്തൊക്കെ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പറഞ്ഞിരുന്നു. ആ വ്യക്തിവൈരാഗ്യം എന്നുള്ളത് തൻ്റെ കുടുംബം തകരാൻ കാരണം തൻ്റെ അയൽവാസിയായ സജിതയുടെ ഭർത്താവായ സുധാകരനും അമ്മ ലക്ഷ്മിയും ഉൾപ്പെടെയുള്ള ആ കുടുംബാംഗങ്ങളാണ് തൻ്റെ കുടുംബം തകരാൻ കാരണമെന്ന് ഇയാൾ ചിന്തിക്കുകയായിരുന്നു. അതായത് അയൽവാസികളായ കുടുംബം കൂടോത്രം അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തു. ആ മന്ത്രവാദം ചെയ്തതുകൊണ്ടാണ് തൻ്റെ കുടുംബം തകരാൻ കാരണമെന്ന് ഇയാൾ ഉറച്ചു വിശ്വസിച്ചു. തുടർന്നാണ് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയായി വകവരുത്തിയത്. 2019 സജിതയെ കൊലപ്പെടുത്തി. ഇപ്പോൾ സജിതയുടെ ഭർത്താവായ സുധാകരനെയും അമ്മയായ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയായിരുന്നു. വളരെ ആസൂത്രിതമാണ് ഈ ചെന്താമര നടത്തിയ കൊലപാതകം എന്നുള്ളതായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആലത്തൂർ ഡിവൈഎസ്പിയുടെ കാര്യാലയത്തിൽ നിന്നും പ്രതിയുമായി പോലീസ് വാഹനം കോടതിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ, അതായത് ഈ പോലീസ് സ്റ്റേഷന് ഒരു 500 മീറ്റർ അപ്പുറത്താണ് കോടതി ഉള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രതിയെ കോടതിയിലേക്ക് എത്തിക്കും. കോടതി ഇന്ന് തന്നെ പ്രതിയെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. നേരത്തെ മെഡിക്കൽ മറ്റുമൊക്കെ എടുത്തിരുന്നു. ഇനി ഏതായാലും കോടതിയിൽ എന്താണ് കോടതി ഹാജരാക്കുമ്പോൾ ഇയാളുടെ നേരത്തെ തന്നെ ഇയാൾ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും മറ്റുമൊക്കെ നേരത്തെ തന്നെ പോലീസ് കോടതിയിൽ എത്തിച്ചിരുന്നു. ഇപ്പോഴേതായാലും വലിയ സുരക്ഷയോടുകൂടെ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പോലീസ് വാഹനത്തിനൊപ്പം തന്നെ നിരവധി പോലീസിൻ്റെ ബസ് ഉൾപ്പെടെയുള്ള വിവിധ വാഹനങ്ങളും മറ്റുമൊക്കെ ഇതിന് ഒപ്പമുണ്ട്. അങ്ങനെ വലിയ സുരക്ഷയോടുകൂടെയാണ് പ്രതിയെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിയുമായി വാഹനം കോടതിയിലേക്ക് എത്തും എന്നുള്ളതാണ്. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഇയാൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ തോത് വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മാനസിക വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടുള്ള ഇളവുകളൊന്നും ഇയാൾക്ക് കിട്ടാനുള്ള യാതൊരു സാധ്യതയും നിലവിൽ കാണുന്നില്ലല്ലോ. നിലവിൽ അത്തരത്തിൽ ഇളവുകളൊന്നും കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കോടതിയും ഇയാളുടെ കൊലപാതകം ഇത് വലിയ നിഷ്ക്രൂരമായ കൊലപാതകമാണ്, ആസൂത്രിതമായ കൊലപാതകമാണ്. ഇയാൾ കൃത്യമായി പ്ലാനിങ് നടത്തി തന്നെയാണ് ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ ഈ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ച ആയുധം അത് നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ട് ഇയാൾ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എലവഞ്ചേരിയിൽ നിന്നാണ് ഈ ഒരു ആയുധം വാങ്ങിയത്. എലവഞ്ചേരിയിൽ നിന്നും ഈ കൊടുവാൾ വാങ്ങിയതിന് ശേഷം അതിൻ്റെ പിടിയും മറ്റുമൊക്കെ ഇയാൾ തന്നെയാണ് കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം വളരെ ആസൂത്രിതമാണ് എന്ന് പോലീസ് കോടതിയിലേക്ക് പ്രതിയെ എത്തിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആനന്ദ് പുത്തൂർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ആനന്ദ്, ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ
വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ ഉണ്ട് പ്രതിയെ കാണാനായി. അത്രത്തോളം വലിയൊരു കൊടും ക്രൂരത ചെയ്തൊരു പ്രതിയെയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. വലിയ സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ അവിടെയും ഒരുക്കിയിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഈ പ്രതി ചെന്താമരയെ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല പോലീസ് കൃത്യമായിട്ടുള്ള സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഈ ചെന്താമരയെ കോടതിയുടെ അകത്തേക്ക് കയറ്റുകയാണ്. ഓപ്പൺ കോർട്ടിൽ വെച്ചായിരിക്കും വിസ്താരം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പോലീസ് കൃത്യമായിട്ടുള്ള സുരക്ഷ മാധ്യമപ്രവർത്തകരെ തള്ളി നിൽക്കുന്നുണ്ട്. വലിയ ഒരു തന്നെയാണ് മാധ്യമപ്രവർത്തകരെ അടക്കം തള്ളി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിയെ പോലീസ് കോടതിക്ക് അകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മൾ കണ്ടതാണ് വളരെ വലിയ പ്രതിഷേധം, നാട്ടുകാരുടെ പ്രതിഷേധം. തുടർന്ന് പോലീസ് പെപ്പർ സ്പ്രേ അടിക്കുന്ന തലത്തിലേക്ക് അടക്കം എത്തിയിരുന്നല്ലോ. ഇപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് എന്തായാലും കോടതിയുടെ അകത്തേക്ക് ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുവാദം ഇല്ല. അതുകൊണ്ട് പുറത്താണ്. ഒരുപക്ഷെ അല്പസമയം തന്നെ വിചാരണ നടപടികൾ ആരംഭിക്കും. അദ്ദേഹത്തിന് ചെന്താമരയുടെ മെഡിക്കൽ എടുത്തിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും കണ്ടിരുന്നില്ല. മാത്രമല്ല ഫിംഗർ പ്രിന്റ് അടക്കമുള്ള മറ്റ് രേഖകളും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ വീട്ടിൽ ലഭിച്ച ഫിംഗർ പ്രിന്റും അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ അദ്ദേഹം ഈ വെട്ടാൻ ഉപയോഗിച്ച ഈ കത്തിയുടെ കൊടുവാളിന്റെ ഫിംഗർ പ്രിന്റും അതെല്ലാം ഒത്തുവെക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഒരുപാട് ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇയാളെ പിടികൂടി ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. ആലത്തൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ റിമാൻഡ് ചെയ്യുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. റിമാൻഡ് ചെയ്യുക ഇപ്പോഴും ആ വീട്ടിലെ കുടുംബത്തിൽ അവശേഷിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അവർ ഇരുവരും പറഞ്ഞത് അയാൾ മരിക്കും വരെ ഞങ്ങൾക്ക് സമാധാനമില്ല എന്ന് അവർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. കാരണം ജീവന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ജീവഭയത്തോടു കൂടിയാണ് അവർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് കോടതി കൃത്യമായി പരിഗണിക്കുന്ന ഒരു ഘട്ടം കൂടിയായിരിക്കുമല്ലോ അല്ലേ ഇത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം കോടതി അതിൻ്റെ എല്ലാ നിയമപരമായിട്ടുള്ള സാധ്യതകളെയും പരിശോധിച്ചുകൊണ്ട് തന്നെ അർഹമായിട്ടുള്ള ശിക്ഷ ആദ്യഘട്ടത്തിൽ തന്നെ ഇയാൾക്ക് കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ മക്കൾ പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും പൊതുസമൂഹവും ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കും, അത്തരത്തിലൊരു വാർത്ത കേൾക്കാൻ തന്നെ ആയിരിക്കും കാത്തിരിക്കുന്നത്. എന്തായാലും ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയ ചെന്താമര ഇപ്പോൾ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 10നും 10:30ക്കും ഇടയിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പോലീസ് ഇന്ന് ഔദ്യോഗികമായി അറിയിച്ചത്. നമ്മൾ കണ്ടതാണ് വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്ക് കേരളം ഇന്നലെ രാത്രി സാക്ഷിയായിരുന്നു. എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ടും ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് നടപടികളെല്ലാം ഈ കോടതി സമർപ്പിച്ചതിന് ശേഷം തന്നെ അയാളെ കീഴ്പ്പെടുത്താൻ പോലീസിനെന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായതാണ്. അത്രത്തോളം കൊടും കുറ്റവാളിയാണ്, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത്രത്തോളം ജനങ്ങളും ആ കോടതി പരിസരത്ത് തടിച്ചു കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പോലീസിന് പോലും ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. അത്രത്തോളം മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ ക്രൂര സ്വഭാവമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പ്രതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ജനങ്ങളെ അവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനങ്ങൾ പോലീസ് ചെയ്യുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെ അടക്കം അവിടെ നിന്ന് മാറ്റുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ. വളരെ കരുതലോട് കൂടി തന്നെയാണ് ഈ ചെന്താമരയെ കോടതിയിലേക്ക് ഹാജരാക്കിയിട്ടുള്ളത്. ഈ ആളുകൾ കൂടി നിന്നിരുന്ന ആളുകളെ മാറ്റിക്കൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് എത്തിയതിനു ശേഷം ഈ കൂടി നിന്ന ആളുകളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെയാണ് ഇയാളെ അകത്തേക്ക് എടുത്തിട്ടുള്ളത്. കാരണം ഇയാളൊരു മനോനില വെച്ചുകൊണ്ട് ഏത് തരത്തിലാണ് പെരുമാറുന്നതെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അത് തന്നെയാണ് ഇയാളെ ഇത്തരത്തിലുള്ള 3 കൊലപാതകങ്ങൾ ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചിട്ടുള്ളതും. എന്തായാലും മാധ്യമപ്രവർത്തകരെ അടക്കം തള്ളിമാറ്റിക്കൊണ്ട് ഈ ദൃശ്യങ്ങൾ എടുക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും കോടതിക്കകത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നത് നിയമപരമായ അനുവദനീയമല്ല. എന്തായാലും ഇയാളിപ്പോൾ കോടതിക്കകത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഒരു നാട്, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഇയാളുടെ അയൽവാസികളുമായി സംസാരിച്ചപ്പോൾ ഇപ്പോഴും ഭീതി മാറാതെ തന്നെയാണ് ആ അയൽവാസികളുള്ളത്. തൊട്ടടുത്തുള്ള ഒരു അയൽവാസി പുഷ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീ പറഞ്ഞത് ഈ നാട് വിട്ടുപോകേണ്ടി വരുമോ എന്നുള്ള ഭയത്തിൽ തന്നെയാണ് അവരുള്ളത്. കാരണം ഇയാൾ ജയിലിൽ നിന്ന് വന്ന് ഈ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന സമയം മുതൽ ഒരു സെക്യൂരിറ്റി പണിക്കായിരുന്നു പോയിരുന്നത്. പക്ഷെ പിന്നീട് അയാൾക്ക് ആ തൊഴിൽ നഷ്ടപ്പെടുകയും പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അസാധാരണമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇയാളുടെ പെരുമാറ്റങ്ങൾ എന്ന് തന്നെയാണ് ആ അയൽവാസികൾ മുഴുവൻ പറഞ്ഞത്. പ്രത്യേകിച്ച് അയാളുടെ വീട്ടിലേക്ക് കിടന്നുമ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നേരിട്ട് കണ്ടതാണ് ഈ വീട് മറച്ചുകൊണ്ട് ഈ കമ്പിവേലി, സാധാരണ ഒരു വീടിൻ്റെ സാധാരണക്കാർ താമസിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ താമസിക്കുന്ന ഒരു വീടിൻ്റെ ഗേറ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ടും, ഇരുമ്പ് ഗേറ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവേശന കവാടങ്ങളുമാണ് ഉണ്ടായിരിക്കും. പക്ഷേ കമ്പിവേലി കൊണ്ട് വീട് മുഴുവൻ അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് അയാളുടെ ഒരു ക്രൂരതയുടെ ഒരു മാനസികത. എന്തായാലും
വളരെ വലിയ പ്രതിഷേധം തന്നെയാണ് തുടക്കം മുതൽ ഉയർന്നിരുന്നത്. നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് അവിടുത്തെ അയൽവാസികൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇയാളുടെ ഈ ഒരു ശല്യം, ഇയാളുടെ ഒരു മനസ്സമാധാനക്കേട് നിരന്തരമായി തന്നെ പോലീസിനോട് അറിയിച്ചിട്ടും പക്ഷേ വേണ്ട വിധത്തിൽ തുടക്കത്തിൽ പോലീസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ എടുത്തില്ല. അത് തന്നെ ഈ കൊലപാതകത്തിൽ നയിച്ചത് നാട്ടുകാർക്ക് വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഇന്നലെ പോലീസ് സ്റ്റേഷൻ നെന്മാറ പോലീസ് സ്റ്റേഷൻ മുറിൽ കണ്ടത്. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു നാശനഷ്ടം ഈ മതിലിനും ഗേറ്റിനും എല്ലാം പോലീസ് സ്റ്റേഷന് സംഭവിച്ചിട്ടുണ്ട്. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ലാത്തി ചാർജിൽ നിൽക്കാതെ അടുത്ത ഘട്ടത്തിലേക്ക് പെപ്പർ സ്പ്രേ ഉപയോഗിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. അത് തന്നെയാണ് ഈ ജനങ്ങളുടെ രോഷം എന്ന് പറയുന്നത്. ആ ഒരു ജനരോഷം പോലീസ് ഇവിടെയും രാവിലെയും പ്രത്യേകിച്ച് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആലത്തൂർ സ്റ്റേഷനിൽ നിന്ന് വളരെ കരുതലോട് കൂടിയാണ് ഇയാളെ ഈ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഈ മജിസ്ട്രേറ്റ് കോടതിയിലും ആളുകളുടെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഇവിടെ ഇയാളെ കാണുന്നതിന് വേണ്ടിയുണ്ട്. വളരെ രോഷാകുലമായിട്ടുള്ള ആളുകളുണ്ട്. എന്തായാലും വലിയ ഒരു പോലീസ് സന്നാഹത്തോട് കൂടെ തന്നെയാണ് ഇയാളെ ഈ ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലും നാട്ടുകാർ രോഷാകുലരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ആനന്ദ്. വളരെ പ്രയാസപ്പെട്ടാണ് സ്റ്റേഷനിലേക്ക് കൂടി ചെന്താമരയെ എത്തിക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ കൃത്യമായി പറയേണ്ടത് അയാൾക്ക് യാതൊരുവിധ കുറ്റബോധവും ഈ ഒരു ഘട്ടത്തിലില്ല. മൊഴി നൽകുമ്പോൾ പോലും ഈ കൊലപാതകങ്ങളിൽ സന്തോഷം എന്നുള്ള നിലയ്ക്കാണ് പ്രതികരിക്കുന്നതെന്ന് തന്നെയാണോ പോലീസ് പറയുന്നത്? തീർച്ചയായിട്ടും. അതായത് അയാൾ സ്വയം വിചാരിക്കുന്നത് അയാൾ ഒരു കടുവയെ പോലെയാണെന്നാണ് ഇന്ന് പോലീസ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. ആ തരത്തിൽ യാതൊരു തരത്തിലുള്ള കുറ്റബോധവും അയാൾക്കില്ല. ഈ ചെയ്ത കാര്യത്തിൽ അയാൾ പൊതുവെ സന്തോഷവാനാണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുറേ കാര്യങ്ങൾ പ്രതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഈ 10 മണിയോട് കൂടിയാണ് ഇയാൾ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയതെന്നാണ് പറയുന്നത്. ശേഷം ഇയാൾ ഈ മലയുടെ ഭാഗത്തേക്ക്, നമ്മൾ ഇന്നലെ ദൃശ്യം കണ്ട മലയുടെ ഭാഗത്തേക്ക് പോകുന്നു. ഏതാണ്ട് 1.5 ദിവസത്തോളം ഇയാൾ മലയിൽ തൊട്ടിരുന്നു. പക്ഷേ ഇയാളെ പോലീസ് കൃത്യമായി നിരീക്ഷിച്ചിരുന്നെങ്കിലും പക്ഷേ ആദ്യഘട്ടത്തിൽ ഇയാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇയാൾ കഴിഞ്ഞ കൊലപാതകം ചെയ്തിട്ടും ഇത്തരത്തിൽ ഈ മലയിലേക്ക് കയറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ കാടിനെ കുറിച്ച്, ആ പ്രദേശത്തെ മറ്റ് ഭൂപ്രകൃതികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് പോലീസ് ഇന്നലെ ഇയാളെ പിടികൂടിയത്. എന്നാലും അത്തരത്തിൽ ഏതാണ്ട് 1.5 ദിവസം ആദ്യത്തെ കൊലപാതകം ചെയ്തതിന് ശേഷവും ഇയാൾ ഈ കാടിനുള്ളിൽ താമസിക്കുകയും പിന്നീട് വിശപ്പ് മൂലം ഇയാൾ വീട്ടിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഇതും പോലീസ് പ്രതീക്ഷിച്ചിരുന്നു. ഡിപ്ലോയ്മെന്റ് ചെയ്തിരുന്ന ആ പോലീസുകൾ തീർച്ചയായിട്ടും ഈ കാടിനകത്ത് ഒരു വിഭാഗം പരിസരത്ത് തെരച്ചിൽ നടത്തുമ്പോൾ തന്നെ ഇയാളുടെ വീടിന്റെ പരിസരത്തും പോലീസിനെ വിന്യസിച്ചിരുന്നു. കൃത്യമായി ഇയാൾ വീട്ടിലേക്ക് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെയാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. കാരണം ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ പരിശോധനകൾ നടത്തിയപ്പോഴെല്ലാം ഇയാളിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇയാൾക്കുണ്ടായതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇയാളിപ്പോൾ ഈ ആലത്തൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ആലത്തൂർ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ വലിയ പോലീസ് സന്നാഹമുണ്ട്, ജനക്കൂട്ടമുണ്ട്. പ്രതി ഏതൊരു നിലയിലും അക്രമാസക്തനാകുമെന്നുള്ള നിലയിൽ തന്നെ വലിയ സംവിധാനങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ്.